ഹായ്, ഐ എം ആതിര. ഇന്ന് നമ്മുടെ അനാലിസിസ് ഓഫ് വാരിയൻസ് റിവിഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്തായിരുന്നു? ഇറ്റ്സ് എ പ്രൊസീജിയർ ടു സെപ്പറേറ്റ് ദ വാരിയേഷൻ അസൈനബിൾ ടു വൺ സെറ്റ് ഓഫ് കോഴ്സസ് ഫ്രം വാരിയേഷൻ അസൈനബിൾ ടു അതർ സെറ്റ് ഓഫ് കോഴ്സസ്. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് മൂലമുള്ള വാരിയേഷൻസിനെ സെപ്പറേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് അനാലിസിസ് ഓഫ് വാരിയൻസ്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ടു സ്റ്റഡി ദ പെർഫോമൻസ് ഓഫ് 3 detergents and 3 different water temperatures, the following whiteness readings were obtained. അപ്പോൾ ഡിഫറെൻറ്റ് വാട്ടർ ടെമ്പറേച്ചർ 3 വാട്ടർ ടെമ്പറേച്ചർ പറയുന്നുണ്ട്: കോൾഡ് വാട്ടർ, വാം വാട്ടർ, ഹോട്ട് വാട്ടർ. ദെൻ ഡിറ്റർജൻറ്റ് എ, ഡിറ്റർജൻറ്റ് ബി, ഡിറ്റർജൻറ്റ് സി. അപ്പോൾ നമുക്ക് 3 കോളമുണ്ട്, 3 റോയും ഉണ്ട്. പെർഫോം എ 2-way അനാലിസിസ് ഓഫ് വാരിയൻസ് ആൻഡ് ഡ്രോ യുവർ കൺക്ലൂഷൻ. 2-way അനോവേ ആണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്, എന്നിട്ട് കൺക്ലൂഷൻ എഴുതാം. ഫസ്റ്റ് നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. 2-way അനോവയ്ക്ക് 2 ഹൈപ്പോത്തസിസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹൈപ്പോത്തസിസ്: അസ്യൂം ദ മീൻ പെർഫോമൻസ് ഓഫ് 3 detergents ആർ ഈക്വൽ. നമ്മൾ ഫസ്റ്റത്തെ ഹൈപ്പോത്തസിസ് കോളം വൈസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ കോളം മീൻസ് ഈക്വൽ ആണ്. ഇവിടെ ഡിറ്റർജൻസ് ആണ് കോളം വൈസ്. അപ്പോൾ ഡിറ്റർജൻറ്റിൻ്റെ പെർഫോമൻസ് ഈക്വൽ ആണ് എന്നുള്ളത് ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കാം. H01 is such that α1 ഈക്വൽ ടു α2 ഈക്വൽ ടു α3. 3 കോളംസ് ആയതുകൊണ്ട് 3 കോളത്തിന് മീൻ ഈക്വൽ ആണ്. Then second hypothesis: assume the mean performance with respect to the type of water are equal. റോ വൈസുള്ള ഹൈപ്പോത്തസിസ്. ഇപ്പോൾ വാട്ടർ ടൈപ്പാണ് അവിടെ ഉള്ളത്. വാട്ടർ ടൈപ്പിനനുസരിച്ചുള്ള പെർഫോമൻസ് ഈക്വൽ ആണ് എന്നുള്ളത് റോ വൈസ്. അപ്പോൾ H02 such that β1 ഈക്വൽ ടു β2 ഈക്വൽ ടു β3. 3 റോസ് ആണുള്ളത്. ദെൻ നമുക്ക് ടി കാണണം. സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഈക്വൽ ടു വാല്യൂസ് സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 506 കിട്ടും. കറക്ഷൻ ഫാക്ടേഴ്സ് ഈക്വൽ ടു എന്തായിരുന്നു? T²/n ആണ്. n ഇവിടെ നമുക്ക് 9 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ n 9. 506² is equal to 28448.44 എന്ന് കിട്ടും. ദെൻ SST is equal to സം ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് കറക്ഷൻ ഫാക്ടർ ആയിരുന്നു ഓരോ ഒബ്സർവേഷൻസും. 57² plus 55² plus 67² plus etc. ലാസ്റ്റത്തെ ഒബ്സർവേഷൻ വരെ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യുക. മൈനസ് നമ്മൾ കണ്ടുപിടിച്ച T²/n. അപ്പോൾ 2888 മൈനസ് 28448.44. വാല്യൂ 439.56 എന്ന് കിട്ടും. ദെൻ SSC is equal to summation x1²/n1 plus summation x2²/n2 plus summation x3²/n3 minus T²/n. ഇവിടെ സമ്മേഷൻ x1 എന്താ? കോളത്തിൻ്റെ സം ഓഫ് സ്ക്വയർ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൻ്റെ സം എന്താണ്? ഫസ്റ്റത്തെ കോളത്തിലെ എലമെൻറ്റ്സ് 57, 49, 54 ആയിരുന്നു. അതിൻ്റെ ടോട്ടൽ 160 കിട്ടും. 160² ഒരു കോളത്തിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 3 എണ്ണം. നമുക്ക് 3 റോസും 3 കോളംസ് ആണ്. അപ്പോൾ കോളത്തിലുള്ള എലമെൻറ്റ്സും റോയിലുള്ള എലമെൻറ്റ്സും സെയിം ആയിരിക്കും. ദെൻ പ്ലസ് അടുത്ത കോളത്തിൻ്റെ ടോട്ടൽ 153² ആ കോളത്തിൽ 3 എലമെൻറ്റ്സ് പ്ലസ് 193²/3 മൈനസ് കറക്ഷൻ ഫാക്ടർ 28448.44. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 304.23 എന്ന് കിട്ടും. ദെൻ അടുത്ത് SSR is equal to summation x1²/n1 plus summation x2²/n2 plus summation x3²/n3 minus T²/n. ഇവിടെ സമ്മേഷൻ x1 എന്ന് പറയുന്നത് റോൻ്റെത്. അപ്പോൾ ഫസ്റ്റത്തെ റോ ഇതാണ്. ഫസ്റ്റത്തെ റോൻ്റെ ടോട്ടൽ 179² ആ റോയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3. രണ്ടാമത്തെ റോൻ്റെ ടോട്ടൽ 169² ആ റോയിലുള്ള എലമെൻറ്റ്സ് 3 പ്ലസ് മൂന്നാമത്തെ റോൻ്റെ ടോട്ടൽ 158² minus correction factor, which is equal to 73.56 ആൻസർ കിട്ടും.
Then SSE is equal to SST minus SSC minus SSR ആണ്. ഇതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 439.56 മൈനസ് 304.23 മൈനസ് 73.56 is equal to 61.77 in the answer. Then നമുക്ക് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് MSE, MSR, MSE ഒക്കെ കാണാം. MSC is equal to SSC divided by C minus 1. C എന്ന് പറയുന്നത് എത്ര കോളംസ് ഉണ്ട്, നമ്പർ ഓഫ് കോളംസ് ആണ്. which is equal to SSC നേരത്തെ കണ്ടിട്ടുണ്ട് 304.23 divided by C എന്ന് പറയുന്നത് എത്ര കോളം ഉണ്ട്, 3 കോളാണുള്ളത്, 3 minus 1 വാല്യൂ 152.115 കിട്ടും. Then MSR is equal to SSR by R minus 1. R എന്ന് പറയുന്നത് എത്ര റോസ് ഉണ്ട്, 73.56 divided by 3 റോസ് ആണുള്ളത്, 3 minus 1 is equal to 36.78. Then MSE equal to SSE divided by C minus 1 into R minus 1. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 61.77 divided by 3 minus 1 into 3 minus 1 equal to നമുക്ക് 15.44 എന്ന് കിട്ടും. Then രണ്ട് F റേഷ്യോ ഉണ്ട്, കോളം വൈസും റോ വൈസും. FC is equal to MSC divided by MSE, which is equal to 152.115 divided by 15.44 equal to 9.85 എന്ന് കിട്ടി. FR is equal to MSR divided by MSE equal to 36.78 divided by 15.44 equal to 2.38. ഇനി നമ്മളിതൊന്ന് ടേബിളിലാക്കി എഴുതാണ്, അനോവ ടേബിൾ. അപ്പോൾ സോഴ്സ് ഓഫ് വേരിയേഷൻ ഫസ്റ്റ് കോളം, സം ഓഫ് സ്ക്വയേഴ്സ് രണ്ടാമത്തെ കോളം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയേഴ്സ്, വാരിയൻസ് റേഷ്യോ അല്ലെങ്കിൽ എഫ്. അപ്പോൾ ബിറ്റ്വീൻ നമുക്ക് 3 വേരിയേഷൻസ് ഉണ്ടാവും. ബിറ്റ്വീൻ കോളംസ്, ബിറ്റ്വീൻ റോസ്, എറർ, റെസിഡ്യൂ എന്ന് പറയും. അപ്പോൾ ബിറ്റ്വീൻ കോളംസ് ഡിറ്റർജൻറ്റ് വൈസ് ഉള്ളത്, ബിറ്റ്വീൻ റോസ് വാട്ടർ ടെമ്പറേച്ചറിനനുസരിച്ച്, റെസിഡ്യൂവൽ എറർ. അപ്പോൾ നമ്മൾ കോളം വൈസ് SSC എത്രയാണെന്ന് എഴുതാം. അതിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം C-1 2 ആണ്. MSC എത്ര കിട്ടിയത് അത് എഴുതാം. FC അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള F റേഷ്യോ എഴുതാം, FC. ദെൻ അതേപോലെ റോസ് SSR എത്രയാണ് കിട്ടിയത് എഴുതാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. MSR എത്രയാണ് കിട്ടിയതെന്ന് എഴുതാം. ദെൻ കറസ്പോണ്ടിങ് F റേഷ്യോ. എറർ SSE അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 ആണ്. MSE എത്രയാണ് കിട്ടിയതെന്ന് അത് എഴുതാം. ദെൻ ടോട്ടൽ SST അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1 ആണ്. ടോട്ടലിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എപ്പോഴും N-1 ആണ് കേട്ടോ. ദെൻ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു 0.05. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ, 2 ടേബിൾ വാല്യൂ ഉണ്ട്, FCയും FRയും കാണാം. അപ്പോൾ FCൻ്റെ ടേബിൾ വാല്യൂ എന്താ, അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം C-1. FC ആവുമ്പോൾ C-1, C-1 ഇൻറ്റു R-1. ഇത് SSEയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത് SSCയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. നോക്കിയാൽ മതി, നിങ്ങൾ MSC ചെയ്ത സമയത്ത് താഴെ എന്താ വരുന്നത്, അതായത് MSE ചെയ്ത സമയത്ത് താഴെ എന്താ വരുന്നത്, അത് രണ്ടുമാണ് ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ആയിട്ട് വരിക. അപ്പോൾ C-1, C-1 ഇൻറ്റു R-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2-4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കിട്ടുന്ന ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 6.94 ആണ്. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ FCയുടെ വാല്യൂ ഇവിടെ ഉണ്ട് 9.85 ആണ്. അത് ഈ ടേബിൾ വാല്യൂ കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ 9.85 ഈ 6.94നേക്കാട്ടി വലിയ വാല്യൂ ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ വി റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് H01. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടി ചെറുതാവുമ്പോൾ മാത്രമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. വലുതാണെന്ന് വെച്ചാൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ H01 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H01 എന്താ പറഞ്ഞത്, കോളം മീൻസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഡിറ്റർജൻസിൻ്റെ പെർഫോമൻസ് ഈക്വൽ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്.
അപ്പോൾ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഈക്വൽ അല്ല. ദ കോളം മീൻസ് ആർ നോട്ട് ഈക്വൽ, ദാറ്റ് ഈസ് ദ മീൻ പെർഫോമൻസ് ഓഫ് ഡിറ്റർജൻറ്റ് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൺക്ലൂഷനായി. ഇനി രണ്ടാമത്തതിൻ്റെ ടേബിൾ വാല്യൂ അതേപോലെ കാണാം. എഫ് ആറിൻ്റെ ടേബിൾ വാല്യൂൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക R-1, C-1 ഇൻറ്റു R-1 ആണ്. അതും 2,4 വരും. ഇവിടെ 2 റോസും കോളംസും സെയിം ആയതുകൊണ്ട്. അപ്പോൾ അതും 6.94 തന്നെയാണ്, 2 സെയിം ആണ് ഈ കേസിൽ. സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എഫ് ആർ ഇസ് ഈക്വൽ ടു, എഫ് ആറിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടുന്നത് 2.38 ആയിരുന്നു. 2.38 ഇതിനേക്കാൾ ചെറുതാണ്, ലെസ് ദാൻ ടേബിൾ വാല്യൂ 6.94. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യാം. വി അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് H02. H02 എന്താ പറയുന്നത്, റോ മീൻസ് ആർ ഈക്വൽ, അല്ലെങ്കിൽ വാട്ടർ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള പെർഫോമൻസ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ റോ മീൻസ് ആർ ഈക്വൽ, ദ പെർഫോമൻസ് ഓഫ് ഡിറ്റർജൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ആർ ഈക്വൽ. നിങ്ങൾ ഈ പ്രൊസീജിയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനോവ ടേബിൾ വരച്ചിടുന്നതും അതിൻ്റെ ഭാഗമാണ്. വരയ്ക്കാൻ പറ്റുന്നിടത്തോളം ടൈം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കാം, മാക്സിമം വരയ്ക്കാൻ നോക്കാം. പക്ഷേ ഈ കൺക്ലൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി ഇതുവരെ ചെയ്തു വെച്ചു, കൺക്ലൂഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ അതിനും മാർക്ക് കുറയും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും വലുതാക്കി എഴുതണം എന്നൊന്നുമില്ല, റോ മീൻസ് ആർ ഈക്വൽ അത്രയെങ്കിലും എഴുതി വയ്ക്കുക. റിജക്ഷൻ ആണോ അക്സെപ്റ്റൻസ് ആണോ എന്നൊക്കെ എഴുതിയ ശേഷം എന്താണ് അത് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്ത്, റിജക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കൺക്ലൂഷൻ വരിക അത് എഴുതാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനും സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. എ ടീ കമ്പനി അപ്പോയിൻറ്റ്സ് 4 സെയിൽസ്മെൻസ് A, B, C and D, observes their sales in 3 seasons, summer, winter and monsoon. The figures in lakhs are given in the following table. ടേബിളിൽ തന്നിട്ടുണ്ട് സെയിൽസ് പെർഫോമൻസ്. പെർഫോം എ 2-way ANOVA ഓൺ ദ ഡാറ്റ ഗിവൺ ബിലോ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്താ, നമുക്ക് കോളംസ് 4 എണ്ണം ഉണ്ട്, റോസ് 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കോളത്തിൻ്റെ SSC കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിലും താഴെ ഇവിടെ നോക്കുക, ഒരു കോളത്തിലും 3 എലമെൻറ്റ്, രണ്ടാമത്തെ കോളത്തിലും 3 എലമെൻറ്റ്. അപ്പോൾ ഓരോ കോളത്തിലും 3 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ സമ്മേഷൻ x1² / 3 വരും. എല്ലാത്തിനും 3 ആയതുകൊണ്ട് എല്ലാത്തിനും 3 വരും. ഇനി SSR കാണുന്ന സമയത്ത് റോ വൈസ് നോക്കുമ്പോൾ റോയിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. സമ്മേഷൻ x1² / 4 വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ H01 H02 അസ്യൂം ചെയ്യാം. ഇതെവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ SSC കാണുമ്പോൾ നിങ്ങൾക്ക് കോളം ടോട്ടൽ /3, അടുത്ത കോളത്തിൻ്റെ ടോട്ടൽ /3 അങ്ങനെയാണ് വരുന്നത്. SSR കാണുമ്പോൾ കോളം ടോട്ടൽ /4 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. റോ ടോട്ടൽ സ്ക്വയർ / റോയിലുള്ള എലമെൻറ്റ്സ് 4 ആണ്. അത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നിങ്ങളുടെ കൺക്ലൂഷൻ മാറും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ബാക്കി നേരത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് 1-way ANOVAയുടെ ക്വസ്റ്റ്യനാണ്. കേരള ട്രേഡേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് wishes to test whether the 3 salesmen A, B and C tend to make sales of the same size or whether they differ in their selling ability as measured by the average size of their sales during the last week. There have been 14 sale calls. A made 5 calls, B made 4 calls and C made 5 calls. Following are weekly sales recordings of 3 salesmen. നോക്കുക, 3 സെയിൽസ്മെൻസിൻ്റെ സെയിൽസ് തന്നിട്ടുണ്ട്. പെർഫോം ദ അനാലിസിസ് ഓഫ് വേരിയൻസ് ആൻഡ് ഡ്രോ യുവർ കൺക്ലൂഷൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കുക, ഇത് 1-way ആണോ 2-way ആണോ എന്ന് നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു 1-way ANOVA ആണോ 2-way ANOVA ആണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. നിങ്ങളുടെ ഡാറ്റ നോക്കുക. ഡാറ്റയിൽ 2 ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് തന്നതിൽ ഇവിടെയൊക്കെ ഒരു സൈഡിൽ നമുക്ക് സീസൺ തന്നിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിൽ നമുക്ക് സെയിൽസ്മാനും ഉണ്ടായിരുന്നു.
അങ്ങനെ 2 ടൈപ്പിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2-വേ അനോവേ ആയിരിക്കും ചെയ്യേണ്ടി വരിക. ഇവിടെ നോക്കുക, ഇവിടെ സെയിൽസ്മാൻ അനുസരിച്ചുള്ള ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1-വേ അനോവേ ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെയിൽസ്മാൻ അനുസരിച്ച് മാത്രമേ കമ്പയർ ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. 1-വേ അനോവേ ആണ് ചെയ്യേണ്ടത്. 1-വേ അനോവേ ഈസ് യൂസ്ഡ് ഇൻ ദിസ് കേസ്. അപ്പോൾ പ്രൊസീജിയർ എന്താ? നമുക്കൊരു ഹൈപ്പോത്തസിസ് ഉണ്ട്, H0. ഓരോ സെയിൽസ്മാനും ഓരോ കോളംസ് ആയിട്ട് കിടക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരാം, അതായത് സെയിൽസ്മാൻ എ, സെയിൽസ്മാൻ ബി, സെയിൽസ്മാൻ സി എന്ന് പറഞ്ഞിട്ട് റോ വൈസ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡാറ്റേനെ ഒന്ന് ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. കാരണം നമ്മൾ കോളം വൈസ് ആണല്ലോ ആഡ് ചെയ്ത് ശീലിച്ചത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അതാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ആ രീതിയിലേക്ക് ഒന്ന് മാറ്റും. എന്നാൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും, കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈപ്പോത്തസിസ് μ1 = μ2 = μ3, അതായത് ദ ആവറേജ് സെയിൽസ് ഇൻ ഈസ് ഈക്വൽ വിത്ത് റെസ്പെക്ട് ടു സെയിൽസ്മാൻ. സെയിൽസ്മാൻ അനുസരിച്ച് ആവറേജ് സെയിൽസ് ഈക്വൽ ആണ്, കോളം മീൻസ് ആർ ഈക്വൽ ആണ് എന്നുള്ളത് ഫസ്റ്റ് ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസേ ഉള്ളൂ ഇതിൽ കേട്ടോ, H0. ദെൻ ഞാനിതൊന്ന് ജസ്റ്റ് സമ്മുകളൊക്കെ കണ്ടുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ദെൻ നമ്മൾ T കാണാൻ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. അപ്പോൾ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 57 കിട്ടും. ഇതിങ്ങനെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. 57. ദെൻ കറക്ഷൻ ഫാക്ടർ 3² ബൈ n is equal to 57² ഇത്ര ഒബ്സർവേഷൻസ് ഉണ്ട്. ഇത് ഒബ്സർവേഷൻ അല്ല, ഇവിടെ ഇല്ല. അപ്പോൾ 5 എണ്ണം 4 വീണ്ടും 5, അപ്പോൾ 14 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. 232.27 ആണ് കറക്ഷൻ ഫാക്ടർ കിട്ടിയത്. ഇനി SST ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് T². ഓരോ ഒബ്സർവേഷനും സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക, മൈനസ് കറക്ഷൻ ഫാക്ടർ ഈക്വൽ ടു 38.93. ദെൻ SSC കോളം വൈസുള്ള സം ഓഫ് സ്ക്വയേഴ്സ്, കോളം വൈസ് മാത്രമേ ഇവിടെ ഡാറ്റ ചെയ്യുന്നുള്ളൂ കേട്ടോ. സമ്മേഷൻ x1² ബൈ n1 പ്ലസ് സമ്മേഷൻ x2² ബൈ n2 പ്ലസ് സമ്മേഷൻ x3² ബൈ n3, 3 കോളമുള്ളൂ, മൈനസ് T² ബൈ n. ഫസ്റ്റത്തെ കോളത്തിൻ്റെ സമ്മ് 15² ബൈ ഇത്ര എലമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റത്തെ കോളത്തിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്, പുറത്ത് നോക്കിയാൽ മതി കേട്ടോ, 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 5 പ്ലസ് രണ്ടാമത്തെ കോളം നോക്കുക, രണ്ടാമത്തെ കോളത്തിൽ 4 എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ 16² ബൈ 4. ഇങ്ങനെ കോളം വൈസ് നിങ്ങൾക്ക് എലമെൻറ്റ്സിൻ്റെ നമ്പർ വ്യത്യാസം വരാം. അപ്പോൾ എല്ലാത്തിനും സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആവുള്ളൂ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. 16² ബൈ 4 പ്ലസ് 26² ബൈ ലാസ്റ്റത്തെ കോളത്തിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്, മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12.13 കിട്ടും. ദെൻ SSE is equal to SSTയിൽ നിന്ന് SSC കുറയ്ക്കുക. This is equal to 38.93 minus 12.13, 26.80 കിട്ടും. Then MSC is equal to SSC divided by C minus 1, 12.13 divided by കോളം നമ്പർ 3 ആണ്, 3 minus 1 equal to 6.065. ഇനി MSE ആണ് കാണേണ്ടത്, SSE divided by N minus C. N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 14, C എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് 3. അപ്പോൾ വാല്യൂ 2.436 കിട്ടും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരൊറ്റ എഫ് റേഷ്യോ ഉള്ളൂ 1-വേയിൽ. MSC ഡിവൈഡ് ബൈ MSE ഈക്വൽ ടു 6.065 ഡിവൈഡ് ബൈ 2.436 ഈക്വൽ ടു 2.49. അതുപോലെ തന്നെ അനോവ ടേബിൾ എഴുതാം. ഇവിടെ 2 ടൈപ്പ് വേരിയേഷനേ വരുള്ളൂ, ബിറ്റ്വീൻ സാമ്പിളും വിത്തിൻ സാമ്പിളും. അതായത് ഒന്ന് എററും ഒന്ന് കോളം വൈസ് ഉള്ളതും. അപ്പോൾ കോളം വൈസ് ആണ് ബിറ്റ്വീൻ സാമ്പിൾസ്, എററാണ് വിത്തിൻ സാമ്പിൾ. സോഴ്സ് ഓഫ് വേരിയേഷൻ നിങ്ങൾ എറർ എഴുതിയാലും മതി കേട്ടോ. സോഴ്സ് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ്, വിത്തിൻ സാമ്പിൾസ്, ടോട്ടൽ. സം ഓഫ് സ്ക്വയേഴ്സ് SSC ആദ്യം എഴുതാം, ദെൻ SSE എഴുതാം, SST. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം C-1, N-C, N-1 എത്രയെന്ന് എഴുതാം. ദെൻ മീൻ സ്ക്വയേഴ്സ് കിട്ടിയത് MSC, MSE, എഫ് റേഷ്യോ 2.49 കിട്ടി. ഇനി നമുക്ക് ടേബിൾ വാല്യൂ കാണണം. ആൽഫ ഈക്വൽ ടു 0.05 തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം C-1, N-C,
ഈക്വൽ ടു ഇവിടെ നോക്കാം എഫിൻ്റെ C-1, SSCയുടെ അല്ലെങ്കിൽ MSCയുടെ താഴെ വരുന്നത് എന്താണോ ഈ C-1 അത് കോമ ഈ N-C. C-1, N-C ഈക്വൽ ടു 2,11 degrees of freedom. ആ വാല്യൂ 3.08 കിട്ടി. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 2.49 ടേബിൾ വാല്യൂ 3.08 ആണ്. Since the calculated value of f 2.49 less than the table value 3.08, we accept the null hypothesis H0. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടി ചെറുതായതുകൊണ്ട് നമുക്ക് നൾ ഹൈപ്പോത്തസിനെ അക്സെപ്റ്റ് ചെയ്യാം. അതായത് എന്താ, ദ മീൻ സെയിൽസ് വിത്ത് റെസ്പെക്ട് ടു ഡിഫറെൻറ്റ് സെയിൽസ്മെൻ ആർ ഈക്വൽ. ഓക്കെ, ഇത്രയാണ് essay ക്വസ്റ്റ്യൻസ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. അനോവയുടെ 1 വേ അനോവ 2 വേ അനോവയുടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇത് റിവിഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ബുക്ക് വായിച്ചിട്ട് ഈ മൊഡ്യൂളൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളിത് വീഡിയോ കണ്ടു നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. താങ്ക് യു.